നിങ്ങൾ ഈ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്ന പോലെ ഇപ്പോ കത്തോലിക്ക വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ, അത് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന നൂതന സാമൂഹിക മാധ്യമ സംവിധാനത്തിലാണ് അത് നടക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നല്ലോ, അതിൽ വീഡിയോകളൊന്നും കാണത്തില്ല, ഓഡിയോ മാത്രമാണുള്ളത്, ശബ്ദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കറിയില്ല ഇവരാരാണെന്ന്. അവര് പറയുന്നു അവർ കത്തോലിക്ക വിശ്വാസികളാണെന്നൊക്കെ. അപ്പൊ അവർ വന്നിട്ട് ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഒരു ഉത്തമ ക്രിസ്ത്യാനിയാണ്, സത്യവിശ്വാസിയാണെന്നൊക്കെ അഭിപ്രായപ്പെടുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ട വലിയൊരു തമാശയുണ്ട്. ആ തമാശ ഈ നിരീശ്വരവാദികളുടെ ഒരു ക്ലബ് ഹൗസ് ഗ്രൂപ്പ്, നിരീശ്വരവാദികളുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് സെബാസ്റ്റ്യൻ പുന്നക്കൽ ക്രിസ്ത്യാനിയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ ആളുകള് ചെന്നിട്ട് പറയാണ് അങ്ങനെയല്ല, അദ്ദേഹം സത്യക്രിസ്ത്യാനിയാണ് എന്ന്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഈ നിരീശ്വരവാദികളുടെ ഗ്രൂപ്പിൽ നടന്ന ആ ചർച്ച നമുക്കൊന്ന് കാണാം. ഞാനതൊന്ന് ഷെയർ ചെയ്യാം. ഇതാണ് ആ നിരീശ്വരവാദികളുടെ ഗ്രൂപ്പ്. നിങ്ങൾക്ക് കാണാം, ഈ തോണിക്കാരെന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പാണ്. ഇപ്പൊ ഈ സമയത്ത് ഓക്കെ, ഇതിപ്പോ കേൾക്കാമായിരുന്നു. ഞാനിത് ഷെയർ ചെയ്ത് ശബ്ദം കേൾക്കാമായിരുന്നു. ഒന്ന് കമന്റ് ചെയ്യണം. ഇത് കേൾക്കാമെങ്കിൽ ഞാൻ ബാക്കി പ്ലേ ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കാം. ആരാ ഒന്ന് കമന്റ് ചെയ്യുന്നു? അല്ലല്ല, അത് പറയണമല്ലോ. നിങ്ങളുടെ റൂമിൽ സംഖ്യയാണെന്നും പറഞ്ഞ് എന്റെ പേരെ ആക്രോശിച്ചായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കുക എന്നൊരു അപേക്ഷ. സംസാരിച്ചോളൂ സുഹൃത്തെ, പ്ലീസ്. മിസ്റ്റർ ടോസ്റ്റ് സംസാരിച്ചോളൂ. മിസ്റ്റർ ടോസ്റ്റ്, അദ്ദേഹം ഉണ്ടോ ഇവിടെ? കേക്കാവോ? ഓക്കെ, മ്യൂട്ടാണ് ടോസ്റ്റ്. ഒന്ന് മ്യൂട്ട് മാറ്റി സംസാരിക്കാവോ ടോസ്റ്റ്? ഇത് നോക്കുക, ഇതാണ് ഈ സെബാസ്റ്റ്യന്റെ അനുയായിയാണ് ഇവിടെ ഈ വന്നിട്ടുള്ള ഈ ടോസ്റ്റ് എന്ന് പറയുന്ന ആള്. അവരുടെ പേരൊക്കെ ഇങ്ങനത്തെ വിചിത്രമായ പേരുകളിലൂടെയാണ് അവർ വരുന്നത്. ഇനി നിങ്ങൾ അവരുടെ അഭിപ്രായം കേൾക്കൂ. എങ്ങനെയാണ് സെബാസ്റ്റ്യൻ ക്രിസ്ത്യാനി ആവുന്നത് എന്ന് നമുക്ക് കേൾക്കാം. സെബാസ്റ്റ്യനെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി ഇവര് പെടാപ്പാട് പെടുകയാണ്. നമ്മളത് കേൾക്കുക. മിസ്റ്റർ ടോസ്റ്റ്, കേൾക്കാം സുഹൃത്തെ, സംസാരിച്ചോളൂ പ്ലീസ്. ഈ വിഷയം സെബാസ്റ്റ്യൻ പുന്നക്കൽ ക്രിസ്ത്യാനികളോ, അതിനൊരു കാരണം ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? അതിനൊരു കാരണം പറഞ്ഞത് സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ വണ്ണസും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ത്രിത്വവും തമ്മിൽ ചേരുന്നില്ല. ഒരുപക്ഷെ അത് ചർച്ച ചെയ്യേണ്ടത് ആ സഭയാണ്, അതിനകത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ്, ആ മതവിശ്വാസമുള്ളവരാണ്. അതിന് പുറത്തു നിന്നൊരു ചർച്ചയുടെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഇനി ബൈബിളിനെ വെച്ചാണെങ്കിൽ ബൈബിളിലൊരു വചനമുണ്ട്, ഒന്നല്ല ഒരുപാട് വചനങ്ങളുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിൽ ആര് വിശ്വസിച്ചാലും അവൻ ക്രിസ്ത്യാനിയാണ്. അതിന്റെ കൂടെ മറ്റൊരു വചനവും പറയുന്നുണ്ട്, അതിതാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. അപ്പൊ ക്രിസ്തുവിൽ ഒരുത്തൻ വിശ്വസിച്ചിട്ട് അവന്റെ വിശ്വാസം എന്താണോ. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ ഗ്രൂപ്പിന്റെ ബൈബിൾ വ്യാഖ്യാനം. ഈ രണ്ട് വാക്യവും ബൈബിളിൽ ഇല്ലാത്ത, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി, അങ്ങനൊരു വാക്യം വഴിയാ ബൈബിളിലുള്ളത്. രണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും, അങ്ങനെ വാക്യമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൂടെ അറിയിക്കുക. ഇനി കേട്ടോളൂ. തുടർന്ന് വെള്ളപൂശാൻ ഇനിയും കൂടുതൽ കുമ്മായം വേണ്ടി വരും. നോക്കുക, അത് അവനെ രക്ഷിക്കുമെന്ന് ക്രിസ്തു വാഗ്ദാനം ചെയ്തു. സെബാസ്റ്റ്യൻ വണ്ണസിൽ വിശ്വസിച്ചാലും സെബാസ്റ്റ്യനെ രക്ഷിക്കുമെന്ന് സെബാസ്റ്റ്യനെ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ത്രിത്വത്തിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുമെന്ന് ക്രിസ്തുവിനെ അതിനകത്ത് ക്രിസ്തുവിന്റെ കൂടെ മറ്റാരെ, ത്രിത്വമാണേലും വണ്ണാർത്താണേലും ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിന് നമുക്ക് മറ്റൊന്നിന്റെയും ആവശ്യമില്ല. വണ്ണസ് ആണെങ്കിലും ത്രിത്വമാണെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ രക്ഷപ്പെടുമെന്ന് ബൈബിളിൽ തന്നെ ഉണ്ട്. അതാണ് അതിന്റെ അടിസ്ഥാനം. രണ്ട്,
സെബാസ്റ്റ്യൻ ഇതിന് ശേഷമുള്ള ചർച്ചകളിൽ കഴിഞ്ഞ ദിവസം 6 പ്രീസ്റ്റ്സ് ഉണ്ടായിരുന്നു, വൈദികരുണ്ടായിരുന്നു. 3 പേര് കാത്തലിക് ആയിരുന്നു, 2 പേര് ലാറ്റിൻ ആയിരുന്നു, ഒരാള് വേറെ ഏതോ ഒരു സഭയിലായിരുന്നു. ഞാനോട് പറഞ്ഞു, ഞാൻ മറന്നു, ഞാനാണ് ആ റൂം സാത്താ സഭയിലെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇതെല്ലാം ഈ ക്ലബ് ഹൗസിലാണ് വരുന്നത്. ഇപ്പൊ ക്ലബ് ഹൗസിലെ ഐ ഡി നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ഓരോ വിചിത്രമായ രൂപത്തിൽ വരികയാണ്. എന്നിട്ട് അവര് തന്നെ പറയുകയാണ് അവർ അച്ഛനാണ്, കപ്പിയാരാണ്, മെത്രാനാണെന്നൊക്കെ പറയുകയാണ്. ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ ആരാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ അനുദിന ദിവ്യബലി തികച്ചും തെറ്റാണ്, പ്രാകൃതമാണ്, തൃത്വവിശ്വാസം പൈശാചികമാണ്, പരിശുദ്ധ മാതാവ് ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്ത ആളാണ്, മാർപ്പാപ്പ പിശാചിന്റെ സേവകനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ സെബാസ്റ്റ്യൻ ഇപ്പോൾ കത്തോലിക്ക അച്ഛന്മാരെന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ കാല് പിടിച്ച് കരയുക, അച്ഛ ഞാനൊരു ക്രിസ്ത്യാനി അല്ലേ അച്ഛ, അച്ഛ ഒന്ന് പറയ അച്ഛ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഇവരൊന്നും മനസ്സിലാക്കട്ടെ അച്ഛ എന്ന് പറഞ്ഞ് ഇങ്ങനെ അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യന്റെ അനുയായികൾ വന്ന് പറയുന്നത് കേട്ടോ, എന്തുകൊണ്ട് സെബാസ്റ്റ്യൻ ക്രിസ്ത്യാനിയാകുന്നു? കാരണം കത്തോലിക്ക അച്ഛന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്ത്യാനി ആവണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിൽ നിന്ന് വേണം? കത്തോലിക്ക അച്ഛന്മാരുടെ സർട്ടിഫിക്കറ്റ് വേണം. ഇവര് തന്നെ പറയുക, നിങ്ങൾ കേക്ക്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ മേലധികാരികൾ അനുവദിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്നും ആദ്യ അവസാനം ഈ നമ്മുടെ അപേക്ഷ ഇന്ത്യയിലെ നമ്മുടെ നാട്ടിലെ ടൈം രാത്രി 11:45 വരെ അവര് ഇരുന്ന് കേൾക്കുന്നത് അവർക്ക് സെബാസ്റ്റ്യന്റെ നയം എന്താണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇവിടെ ഏതാനും പ്രദേശ സാർമാര് പറഞ്ഞു ഈ മതങ്ങൾ ഇവരുടെ മാനവികത എന്താണ്. നമ്മൾ നോക്കുക, ഒരു ദാസ് ക്യാപിറ്റലേ മാർക്സ് എഴുതിയിട്ടുള്ളൂ. ആ ഒരു വൈരുദ്ധ്യവാദി. പക്ഷെ അതിൽ നിന്ന് എത്ര മാർക്സിസം പാർട്ടികളുണ്ട്? നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയാണോ ഉണ്ട്? CPI ഉണ്ട്, CPIM ഉണ്ട്, CPM റെഡ് ഫ്ലാഗ് ഉണ്ട്, CPIML ഉണ്ട്. ഒരൊറ്റ ദാസ് ക്യാപിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ഒരൊറ്റ മാർക്സിയൻ തത്വചിന്തകളിൽ നിന്നും എംഗൽസിന്റെ തത്വചിന്തകളിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ, താങ്കൾ പറയുന്ന കാര്യം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഗിറ്റാർ ആയതുകൊണ്ടാണ് പറഞ്ഞത്. പോയി പുള്ളിക്കാരൻ വന്നോട്ടെ സുഹൃത്തെ, എന്താണ് ഇപ്പോഴേ തന്നെ പുള്ളിക്കാരൻ വന്നോട്ടെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. പുള്ളിക്കാരൻ വരും. അപ്പോൾ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വ്യത്യസ്ത ആശയങ്ങൾ മതത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരാശയത്തെ വ്യത്യസ്ത വീക്ഷണ കോണുകളിൽ നിന്നും കാണുന്നതിനെയാണ് നമ്മൾ ഈ നാനാത്വത്തിലെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൗന്ദര്യത്തിൽ അത് മതത്തിലാണെങ്കിലും ഉണ്ടാവും. ഇനി നമ്മുടെ മതവിമർശനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമം മൂലം അനുവദിക്കാതിരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇരിക്കുന്ന രാജ്യത്ത് പക്ഷേ GCC-ലായതുകൊണ്ട് അത്രമാത്രമില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് യാത്ര ചെയ്യുന്ന മറ്റു യൂറോപ്യൻ രാഷ്ട്രത്തിലോ അല്ല നമ്മുടെ സ്വന്തം നാട്ടിലെ നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന രാജ്യത്തോ ഇത് നിലനിൽക്കുന്നത് കൊണ്ട് ഇതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ സാറ് നമ്മൾ മറ്റൊന്ന് ചിന്തിക്കണം. നമ്മുടെ രാഷ്ട്രീയ വൈജാത്യങ്ങളുടെ പേരിൽ കേരളത്തിൽ വെട്ടിവീഴ്ത്തപ്പെടുന്ന ഒരുപാട് ജീവനുകളുണ്ട്. അതിനില്ലാത്ത മാനവികത മതങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ ആ മാനവികത വേണമെന്ന് വാശി പിടിക്കുന്നതിന്റെ അന്തർധാര ആശയം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. 1990 ശേഷം കേരളത്തിൽ 102 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു. സെബാസ്റ്റ്യൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചതിന്റെ ഉത്തരമായി പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം വിഷയം എങ്ങനെയാണ് വളച്ചൊടിച്ച് വിടുന്നത് നോക്കുക. ഉത്തരവില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. രാഷ്ട്രീയ കൊലപാതകം, മാർക്സിസം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിഞ്ഞത്, ഇതൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെ പേരിലാണ് ആ ജീവനുകൾ നഷ്ടപ്പെട്ടത്? രാഷ്ട്രീയ ദർശനങ്ങളുടെ വൈജാത്യം മൂലം. നമ്മുടെ ടോപ്പിക്കല്ല ഈ ടോപ്പിക്ക് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മെൻഷൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ മതത്തില് രാഷ്ട്രീയത്തിൽ അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ മതത്തിലും ചിലപ്പോൾ വ്യത്യാസം കാണും. വ്യത്യസ്ത ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. പിന്നെ സെബാസ്റ്റ്യൻ ക്രിസ്ത്യാനിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ക്രിസ്ത്യാനികൾ മാത്രമാവും. ആ ക്രിസ്ത്യാനികൾ അത് അംഗീകരിച്ചാൽ പുറത്തുനിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലല്ലോ. സുഹൃത്തെ, ഒരു മിനിറ്റും കൂടെ എടുത്തുകൊണ്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഒരുപാട് തീർച്ചയായും സാർ. ഓക്കെ സാറെന്ന് വിളിക്കണ്ട, എന്നെ ഡോക്കെന്ന് വിളിച്ചാൽ മതി. താങ്ക് യു. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഡോക്ടർ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ വൈജാത്യം ഈ മതത്തിലും ദർശനങ്ങളിലും ചിന്തകളിലും രാഷ്ട്രീയത്തിലും ഉണ്ട്. അപ്പോൾ ആദ്യം മനുഷ്യൻ മാനവികമായിട്ട് ഒത്തുചേരുമ്പോൾ ഒരുപക്ഷെ ആ ചിന്തകളെ
തമ്മിൽ ചേർക്കാനുള്ള ദർശന വ്യത്യാസമുള്ളതിനെ കണ്ടുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടും, വിമർശിക്കും. ആ വിമർശനങ്ങളെ ദർശനങ്ങളായി കാണാനുള്ള കണ്ണുള്ളിടത്തോളം കാലം നമുക്കാർക്കും മാനവികത നഷ്ടപ്പെടില്ല. ഒന്നുറപ്പാണ്, കേരളത്തിലോ ഇന്ത്യയിലോ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും വടിവാളുകളോ ആയുധങ്ങളോ കണ്ടെടുത്തിട്ടില്ല, നാടൻ ബോംബുകൾ കണ്ടെടുത്തിട്ടില്ല, അവരാരുടെയും കൈവെട്ടിയിട്ടില്ല. അവർ ചർച്ച ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അവർ ആദർശം പറയാറേ ഉള്ളൂ. ആരുടെയും കൈവെട്ടാനോ നാടൻ ബോംബ് ഉണ്ടാക്കാനോ അത് കളിച്ച് കുട്ടികളുടെ കൈകൾ നഷ്ടപ്പെടാനോ കാരണമാകുന്നില്ല. അതുകൊണ്ട് സെബാസ്റ്റ്യന്റെ മതം സെബാസ്റ്റ്യൻ തീരുമാനിക്കട്ടെ. കേൾക്കുന്നവർക്കെല്ലാം വിദ്യാഭ്യാസവും വിവരവും ഉള്ളതുകൊണ്ട് അവർ തീരുമാനിക്കട്ടെ. സെബാസ്റ്റ്യനെ കേൾക്കാനിരിക്കുന്നവർ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിച്ചു. എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചത് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ആ ഒരു വിവേകത്തോടുകൂടി നമ്മൾ കേൾക്കാനിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ സർട്ടിഫിക്കറ്റ് എഴുതി സെബാസ്റ്റ്യനെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കണോ എന്നുള്ള നിരർത്ഥകമായ ഒരാശയമാണോ ചർച്ച ചെയ്യുന്നത് ചിന്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അവസരം ഓക്കെ എല്ലാരും പ്രേമേട്ട ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇതിനെ ഒരു ഫ്ലോയിൽ തന്നെ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു ആദ്യം ലിങ്ക് ചെയ്തത് നമ്മുടെ അഭിചേട്ടനാണ്. അത് കഴിഞ്ഞ് ലൂക്കാച്ചൻ കഴിഞ്ഞിട്ട് പ്രേമേട്ടൻ കഴിഞ്ഞിട്ട് ജോർജിലേക്ക് വരാം. മിസ്റ്റർ അബി പ്ലീസ്. നമുക്ക് ആദ്യം തന്നെ കർത്താവിന്റെ ഒരു വചനത്തിലേക്ക് പോകാം. വിധിക്കരുത്, നിങ്ങൾ വിധിക്കരുത് എന്നൊരു വാചകമുണ്ട്, കർത്താവിന്റെ ഒരു വചനം. അപ്പൊ ആ വചനം എടുത്ത് വെച്ചിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പറഞ്ഞ പുന്നക്കൽ സാറിൻ്റെതായിട്ട് ഇതുവഴി കറങ്ങി നടന്ന ഒരു വചനം, ത്രിയേക ദൈവത്വം എന്ന് പറയുന്നത് സാധാനികമാണ്, അവരെന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പുന്നക്കൽ സാർ കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തിയ പല വീഡിയോകളുടെയും അതിൽ അണിൽക്കൊടുത്തോട്ടത്തിന് പേരെടുത്ത് പറഞ്ഞു വരെ വിശദീകരിച്ച് വിധിച്ചിരിക്കുകയാണ്. അപ്പൊ ആ വിധിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് വേണ്ടി എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ. ഓക്കെ മിസ്റ്റർ അബി, ടോസ്റ്റിന് ഇതിന് ഉത്തരവുണ്ടോ? ഉത്തരം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോവാം. യെസ് തീർച്ചയായിട്ടും. നിനക്ക് അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ചോദിക്കുന്നു ടോസ്റ്റ്. ഇനി വളരെ സിമ്പിൾ ആണ്. നമുക്ക് താങ്കൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം കാര്യമൊന്നുമില്ല, 10ാം ക്ലാസ്സും പുസ്തകമാണ്. പക്ഷെ ആക്കിയതല്ല, വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞത് കൊണ്ട് വിവേകത്തോടു കൂടി ഇരിക്കണം എന്നാ പറഞ്ഞേ. നമുക്ക് ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ച ഇത്രേ ഉള്ളൂ. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ, താങ്കൾ നേരത്തെ പറഞ്ഞു എനിക്ക് ബിബ്ലിക്കലി വലിയ നോളജ് ഒന്നുമില്ല, എനിക്ക് ഒരു മതത്തിലും വലിയ നോളജ് ഒന്നുമില്ല, കാരണം ഞാനത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവര് ജയിക്കും, അല്ലെങ്കിൽ അവരെ ദൈവം നോയിക്കോളും എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് താങ്കളുടെ വിശ്വാസം ആയിക്കോട്ടെ. പക്ഷേ സ്വന്തം ഇപ്പൊ ഈ പറയുന്ന ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മൂന്നിലും വിശ്വസിക്കുന്നവര് പൈശാചികന്മാരാണ്, അല്ലെങ്കിൽ ചെകുത്താന്മാരാണെന്ന് പറഞ്ഞ ഒരാളിനെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ക്രിസ്ത്യാനികളോട് കൂട്ടിക്കെട്ടുന്നതെന്നും കൂടെ താങ്കൾ ഒന്ന് വിവരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. രണ്ടിനും കൂടെ ചേർത്ത് ഉത്തരം പറയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മൈക്കി തീർച്ചയായിട്ടും. അതായത് അത് തന്നെയാണ് ഇനിയിപ്പോ എബിച്ചേട്ടൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും തിരിച്ച്. വിധിക്കരുത്, എന്തുകൊണ്ടെന്നാൽ നീയും വിധിക്കപ്പെടും. സെബാസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെബാസ്റ്റ്യനെ വിധിക്കാൻ നിനക്ക് അർഹതയില്ല, അത് അവിടെ ദൈവം വിധിച്ചോളൂ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ സെബാസ്റ്റ്യനോട് വിധിക്കാൻ നമുക്ക് സാധിക്കില്ല. സെബാസ്റ്റ്യൻ എന്ത് പറഞ്ഞാലും അത് പറ്റില്ല. ഒരു കവളത്ത് അടിച്ചു കൊടുക്കുന്നതിന് മറുകവളം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ വാക്കുകൾ കൊണ്ട് ക്രിസ്ത്യാനി മറ്റൊരു സഭാവിശ്വാസിയുടെ കവളത്തടിച്ചാൽ തിരിച്ചടിക്കാൻ ഉള്ള മാർഗം ക്രിസ്ത്യാനികൾക്കില്ല. പിന്നെ നിന്റെ ശത്രുവിന് പോലും വഴി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന സെബാസ്റ്റ്യനോ അല്ലെ ഞാൻ സെബാസ്റ്റ്യനോടോ ശത്രുതയോടെ പെരുമാറിയാൽ സെബാസ്റ്റ്യൻ എന്നോടോ എനിക്ക് സെബാസ്റ്റ്യനോടോ ശത്രുതയോടെ പെരുമാറാനുള്ള അധികാരവും ബൈബിള് തരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം എന്ന നിലയിൽ അതുകൊണ്ടാണ് സെബാസ്റ്റ്യനോട് ചേർന്ന് നിൽക്കുന്നത്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾ കേട്ടവർക്കൊക്കെ എല്ലാം മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. എന്തൊരു വിചിത്രമായ വാദമാണ്. ബാക്കി തുടർന്ന് കേൾക്കും, ഭയങ്കര രസമാണ്. താങ്ക് യു മിസ്റ്റർ ടോസ്റ്റ്. എനിക്ക് തോന്നുന്നു ലൂക്കാച്ചന് ഒരു ചോദ്യമുണ്ട്. ലൂക്കാച്ച പ്ലീസ്. ഓക്കെ എനിക്ക് ടോസ്റ്റോട് ചോദിക്കാനുള്ളത്, ടോസ്റ്റ് ഇപ്പം നമ്മൾ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെന്നുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെ മുമ്പുള്ള ഏകമായൊരു മാർഗം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ജീവിതമാണ് നമ്മളെ ക്രിസ്തുവിലേക്ക് വിശ്വസിപ്പിക്കുന്നത്. അവിടെ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ് നമുക്ക് പ്രധാനം. ആ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളെ അംഗീകരിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്നവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വരുംകാല സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നവരാണ്. ആ യേശുക്രിസ്തു കൃത്യമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ പിതാവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇത് അംഗീകരിക്കുക, അത് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം, ഇവിടെ പെന്തക്കോസ്തുകാരടക്കമുള്ള ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഈ പറയുന്ന ത്രിയേക ദൈവത്തിലാണ്.
ഇത് സാത്താനികമാണ് എന്ന് പറയാൻ സെബാസ്റ്റ്യൻ പുന്നക്കലിന് അധികാരമുണ്ട്, പറഞ്ഞുകൊള്ളട്ടെ, എനിക്കതിൽ തർക്കമില്ല. പക്ഷെ ഇത് പറയുമ്പോൾ ഇവിടെയുള്ള വിശ്വാസികൾ, ഇവിടെ ഈ പറയുന്ന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന തൃത്വത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ ഈ പുന്നക്കലിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതിന്റെ അർത്ഥമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ ആരെയും വിധിക്കുന്നതല്ല. ഇവിടെ ഒരു തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിശ്വാസപരമായി ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് അതിനെ തുറന്നു കാട്ടുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ആരെയും വിധിക്കുന്നില്ല. ഈ വിധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലപാടുമല്ല. അപ്പൊ എനിക്ക് അത് ഉത്തരം കിട്ടേണ്ടത് ഇതാണ്. ഈ ഒരു ഇത്തരം ഇങ്ങനെ സ്വന്തം മതം, ഇവിടെ ഒരു ക്രിസ്ത്യാനിയെ പോലും അവരുടെ വിശ്വാസം പോലും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ അന്യമത വിശ്വാസത്തിനെതിരായിട്ടും ഒക്കെ തന്നെ ബൈബിളിലെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് തെറ്റാണെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ആ വിശ്വാസം തെറ്റാണെന്ന് പറയുന്നത്. പക്ഷെ ലൂക്കാസ് ഇങ്ങനെ ആഡ് ചെയ്തത് ചെയ്യേണ്ടത് എന്താണ് അർത്ഥം? ആഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്. സ്വയം ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുകയും അതും കൂടെ പറയണേ. അല്ല, അത് തന്നെ. അതെ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സെബാസ്റ്റ്യൻ പുന്നക്കലിന് ക്രിസ്ത്യാനി അല്ലാതിരിക്കാം, അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ദൈവത്തെ ആരാധിക്കാം. യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ അംഗീകരിക്കേണ്ട, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ഇതുവരെ എന്തിനാണ് ക്രിസ്ത്യാനികൾ പിന്തുണക്കുന്നത്? പിന്നെ ഷക്കീല ചാനൽ പോലെയുള്ള ചാനലുകളിൽ വന്നിരുന്ന് ഇയാൾ സംസാരിക്കുന്നുണ്ട്. ഇതാളുടെ ചാനലാണ്. എന്തിനാണ് ഇതിനെയൊക്കെ ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ എന്തിനാണ് സഭ പ്രോത്സാഹിപ്പിക്കുന്നത്? അപ്പൊ അത് സഭയുടെ ഇന്നത്തെ ഇതുവരെയുള്ള പഠിപ്പീരൊക്കെ തെറ്റായതുകൊണ്ടാണ്. അപ്പൊ ഞാൻ അങ്ങനെ കൂടെ അറിയാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഇതിനും കൂടെ ഒരു ഉത്തരം പറഞ്ഞു. ഓക്കെ, ടോസ് ചോദ്യം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. അല്ല, ഒന്നുകൂടെ ലൂക്കാച്ചേട്ടാ ഒന്ന് ഒറ്റവാക്കിൽ ചോദിച്ചാൽ. ചോദ്യം ഞാൻ റീഫ്രൈസ് ചെയ്തുതരാം. ചോദ്യം ഇതാണ്: സ്വയം ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുകയും ക്രിസ്തു പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിൽ ഊന്നി ജീവിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്നിരിക്കുകയും ക്രിസ്തു പറഞ്ഞിട്ടുള്ള ത്രിത്വത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന, എന്നാൽ സ്വയം ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന വ്യക്തിയെ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യാനികളുടെ ചേതോവികാരം എന്താണ് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യേണ്ട കാര്യം, ഇദ്ദേഹം ചെന്നിരുന്ന് സംസാരിക്കുന്ന ചാനലുകളുടെ രാഷ്ട്രീയപരമായ ബാക്ക് എൻഡ് എന്താണെന്ന് അറിയാമല്ലോ. അതും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് വീക്ഷിക്കുമ്പോൾ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെയും ഏത് രീതിയിലാണ് കാണേണ്ടത് എന്നാണ് ചോദ്യം എന്ന് വിശ്വസിക്കുന്നത്. ശരിയല്ലേ മിസ്റ്റർ ലൂക്ക? അതെ, ഇത് വളരെ എളുപ്പമാണ്. ഒന്നും കൂടെ പറയാം. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പോലും ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇവൻ എന്ത് ക്രിസ്ത്യാനി എന്നാണ് പറയുന്നത്? അപ്പൊ അങ്ങനെ വിശ്വസിക്കാത്ത ഒരാളെ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ അംഗീകരിക്കുക? അയാളെ പിടിച്ച് പൊക്കി നടക്കാൻ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് നാണമില്ലെന്ന്. ഓക്കെ, അപ് ടു മാർക്ക്. അതായത് ലുക്കച്ചേട്ടൻ ലാസ്റ്റ് പറഞ്ഞത് ലുക്കച്ചേട്ടൻ വ്യാഖ്യാനിച്ചെടുത്തതാണ്. കാരണം ഞാൻ രാജ്യത്തിരിക്കുന്നു, സെബാസ്റ്റ്യൻ വേറെ രാജ്യത്തിരിക്കുന്നു. ഞാൻ സെബാസ്റ്റ്യന്റെ വീഡിയോകൾ കണ്ടിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് ഞാൻ അങ്ങേരുടെ കാര്യങ്ങളിൽ ഇടപെട്ട. അങ്ങേരെ എന്നെ വിളിക്കുകയും ഞങ്ങൾ അതിനെതിരെ പോട്ടെ. സെബാസ്റ്റ്യൻ പറഞ്ഞത് ത്രിത്വം എന്ന് പറയുന്നത് സെബാസ്റ്റ്യന്റെ കൺസെപ്റ്റ് ശ്രദ്ധിച്ചു കേൾക്കുക. ത്രിത്വം, സെബാസ്റ്റ്യൻ പുന്നക്കലിന് ത്രിത്വം ഉണ്ടെന്നാണ് ഈ വ്യക്തി അവകാശപ്പെടുന്നത്. ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് ഫ്രാങ്കോയുടെ തലയിൽ എണ്ണ കോരി ഒഴിച്ച് തീയെന്ന് പറയുന്ന പാർട്ടിയാണ് ഞാൻ. അല്ല, ഞാൻ ഇവിടുത്തെ ഞാൻ പറഞ്ഞത്, ഞാൻ അല്ലാതെ ഒരു മതത്തിന്റെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ. എനിക്ക് എന്റെ വിശ്വാസങ്ങൾ, എന്റെ പരിമിതം. നല്ല ഒരു കത്തോലിക്കനാണ് പുള്ളി. കത്തോലിക്ക ബിഷപ്പിന്റെ തലയിൽ എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കണമെന്നാണ് പുള്ളിയുടെ അഭിപ്രായം. കേട്ടോളൂ. അറിവിൽ നിന്നുള്ള വിശ്വാസങ്ങളാണ് എന്റെ ഇത്. എന്റെ ക്യാബിൽ നിങ്ങൾ വന്നാൽ ഞാൻ ഈ പറഞ്ഞ മാർക്സിന്റെ പുസ്തകം ഇരിപ്പുണ്ട്, ഭൗതികവാദം എന്റെ ഇരിപ്പുണ്ട്, ബൈബിളും ഇരിപ്പുണ്ട്, ഗീത ഇരിപ്പുണ്ട്, ഖുറാനും ഇരിപ്പുണ്ട്. നമ്മുടെ ലോകം അതാണ്. അതിപ്പോ പെന്തക്കോസായിട്ട് എല്ലാം കട്ടിലിനും തലയിടക്കിലും എല്ലാം ഖുറാൻ ഇരിപ്പുണ്ട്. ഇപ്പോ ഖുറാൻ വായിക്കുന്നതിന് പണ്ടൊക്കെ മതിപ്പായിരുന്നു. കാരണം ബഹുസ്വരതയെ അംഗീകരിക്കുന്നു, പലവിധ സംസ്കാരങ്ങളെ സാംശീകരിക്കുന്നു, എല്ലാ മത ചിന്തകളെയും ഉൾക്കൊള്ളുന്നു. അപ്പൊ ഒരാളുടെ മേശപ്പുറത്ത് ഒരു ഭഗവത്ഗീത ഖുറാനും ഒക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അയാളൊരു മതേതരമായിട്ട് അല്ലെങ്കിൽ സർവമത സൗഹാർദ്ദത്തെയോ ഒക്കെ പുൽകുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ ഖുറാൻ ഒരു ക്രിസ്ത്യാനിയുടെ കയ്യിൽ ഇരിക്കുന്ന കണ്ടാൽ പേടിക്കണം, അവൻ ക്രിസംഗിയാണ്. പെന്തക്കോസുകാരുടെ എല്ലാം തലയിലേക്ക് ഇപ്പൊ ഖുറാൻ ഇരിപ്പുണ്ട്. കാരണം സെബാസ്റ്റ്യന്റെ ട്യൂഷൻ ക്ലാസ്സിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഖുറാൻ ഇരിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം എല്ലാ പെന്തക്കോസുകാരും ഖുറാൻ വെച്ചോണ്ടിരിക്കുന്നത്. ടോസ്റ്റ് ബാക്കി കാര്യം പറ, കേക്കട്ടെ. എല്ലാരും കേട്ടോ? ടോസ്റ്റ്, അവന്റെ പേര് കേട്ടല്ലോ, ടോസ്റ്റ്. ഞാൻ പറഞ്ഞത്, സെബാസ്റ്റ്യൻ പറയുന്നതിന്റെ ഒരു അർത്ഥം, യഹോവയായ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ തോന്നിയപ്പോൾ അവിടെ യഹോവ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ഒരു മനുഷ്യ രൂപം എടുത്തതാണ് ക്രിസ്തു. അപ്പൊ യഹോവയായ ദൈവം എവിടെയോ അകലെ ഇരിക്കുമ്പം
അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഭൂമിയിൽ ഒരു മനുഷ്യരൂപം എടുത്തതാണ് ക്രിസ്തു. ഓക്കെ ആണല്ലോ? എല്ലാരും ശ്രദ്ധിച്ചോണം. ആ സുനിൽ ഡോക്ടറൊക്കെ ഇത് കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ പിന്നെ പേപ്പറൊക്കെ എടുത്ത് നോട്ട് കുറിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. കാരണം പിന്നെ ഇത് കേൾക്കാൻ നോട്ട് കുറിച്ച് വെക്കണേ. ഷിജു, കുറെ പേര് കേൾക്കുന്നുണ്ട്, നിങ്ങൾ നോട്ട് കുറിച്ച് വെക്ക്. ഇതാണ് തൃത്വം. ആ ക്രിസ്തുവാണ് സെബാസ്റ്റ്യന്റെ ക്രിസ്തു എന്ന് അതിന് സെബാസ്റ്റ്യൻ പറഞ്ഞ ഉദാഹരണം ഇതാണ്. ആ ക്രിസ്തുവാണ് സെബാസ്റ്റ്യന്റെ ക്രിസ്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളൊരു ബലൂൺ വീർപ്പിച്ച് വെക്കുമ്പോൾ അതിനകത്ത് വായുവുണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തെ വായു മുഴുവൻ ബലൂണിനകത്തേക്ക് കയറിപ്പോയി എന്നല്ല, ആ ബലൂണിനകത്ത് വായു ഉള്ളപ്പോൾ തന്നെ പുറത്തുമുണ്ട്. അപ്പൊ യഹോവ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ഒരു മനുഷ്യനായി വന്നതാണ്, പ്രത്യക്ഷനായതാണ് ക്രിസ്തു. അതായത് സെബാസ്റ്റ്യൻ ക്രിസ്തുവിനെ പൂർണ്ണനായി അംഗീകരിക്കുന്നു. ഇതാണ് സെബാസ്റ്റ്യന്റെ ഉദാഹരണം കേട്ടോ. ഒരു ബലൂണിനകത്ത് കാറ്റുള്ളപ്പം അതിന്റെ അർത്ഥം പുറത്ത് വായു ഇല്ലെന്നല്ല. എന്തിനാടാ ഇത്രയും വലിയ ഉദാഹരണമൊക്കെ കൊണ്ടുവരുന്നത്? അതിപ്പോഴും സെബാസ്റ്റ്യൻ ഒരു കീശ്വാസം വിട്ടു എന്നാൽ അതിന്റെ അർത്ഥം വയറ്റിൽ മുഴുവൻ കാറ്റ് പോയി എന്നല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്തോ നമ്മളൊക്കെ ഉദാഹരണം പറയുന്നത് കേട്ടോണ്ട് ഇവര് ഉദാഹരണം പറയാൻ നോക്കുന്ന പറഞ്ഞു തരുമ്പോ ഇങ്ങനെ ഒരു തോൽവിയായി പോവാണല്ലോ. തമ്പുരാനെ, അടുത്ത കേക്ക്, ബാക്കി കേക്ക് ഭയങ്കര രസമാണ്, നിങ്ങൾ കേട്ടോണേ. ബലൂണിനകത്ത് ഇപ്പൊ കാറ്റുണ്ടേ, നിങ്ങൾ ഓർത്തോണം. ബലൂണിനകത്ത് കാറ്റിരിക്കുന്നു, പുറത്തും കാറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. പുറത്തു നിൽക്കുന്ന കാറ്റ് യഹോവ, ബലൂണകത്തിരിക്കുന്ന കാറ്റ് യേശു. പക്ഷെ കാറ്റ് ഒന്നാണ്. അപ്പൊ ബലൂണായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. സെബാസ്റ്റ്യന്റെ ഭാഷ്യം. അപ്പൊ സെബാസ്റ്റ്യൻ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുള്ളത് ലൂക്കാച്ചനോട് ആരാ പറഞ്ഞത്? സെബാസ്റ്റ്യൻ പറയുന്നത് ഉദാഹരണം പോലെ ഈ ബലൂണിന്റെ ഉദാഹരണം. ചോദിച്ച മൂന്നാമത്തെ ചോദ്യം വല്ലാണ്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പറ്റിയത് കൊണ്ടാണോ ഏതാ സെബാസ്റ്റ്യനിലൂടെ സഭയ്ക്ക് തെറ്റുപറ്റിയത് കൊണ്ടും സഭ ഇത്രനാൾ പഠിപ്പിച്ചു വന്നത് തെറ്റായത് കൊണ്ടും ആണോ ഇദ്ദേഹത്തിന് സഭ അവസരം കൊടുക്കുന്നത് എന്നൊരു ചോദ്യം ലൂക്കാച്ചേട്ടൻ ചോദിച്ചിരുന്നു. കേൾക്കുക, നിരീശ്വരവാദികളുടെ ഗ്രൂപ്പാണ്. കത്തോലിക്കന്മാർ ഞെളിഞ്ഞിരുന്ന് കേക്ക്. നിരീശ്വരവാദികൾ ചോദിക്കുന്നു, കത്തോലിക്ക സഭ ഈ 10,000 വർഷം പഠിപ്പിച്ചത് തെറ്റിപ്പോയി എന്നിപ്പോ കത്തോലിക്കർക്ക് മനസ്സിലായോ? അതുകൊണ്ടാണോ സെബാസ്റ്റ്യന്റെ ഉപദേശത്തെ സ്വീകരിക്കുന്നത്? ചോദിക്കുന്നത് നിരീശ്വരവാദികളാണ്, ഗ്ലോറിയസ് ഗോസ്പലുകാരൊന്നും അല്ല. അതെ, നിരീശ്വരവാദികളുടെ ഗ്രൂപ്പിൽ നിരീശ്വരവാദികൾ ഇരുന്ന് ചോദിക്കുന്നു. കത്തോലിക്കൻ വെള്ളപൂശി വേർക്കുന്നു. ബാക്കി കത്തോലിക്കരുടെ വരൂ, സഹായിക്കൂ, എന്നെ ചീത്ത വിളിക്കുന്ന കത്തോലിക്കർ കേക്ക്. ഇത് ഇന്ന് ഇത്രയും പേര് ചോദിച്ചു, നാളെ ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളോട് ചോദിക്കും. കേൾക്കൂ. അല്ല പ്രിമ, അതായത് നീ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട്. ഓരോരുത്തരും എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. സെബാസ്റ്റ്യന് ആയിരിക്കുന്നെങ്കിൽ സെബാസ്റ്റ്യന് കിട്ടിയ കൃപയാലാണ്. ഈ മറ്റ് കത്തോലിക്ക സഭ ഇങ്ങനെ ആയിരിക്കും, അവരുടെ കൃപയാണ്. അപ്പോൾ ബൈബിളിൽ കൃത്യമായി വചനമുണ്ട്, ഓരോരുത്തരും അവനവന്റെ വിശ്വാസത്തിലൂടെ ക്രിസ്തുവിലേക്ക് പോകാനുള്ള മാർഗം. നീ ഫരീസയനെന്നോ ചുങ്കക്കാരനെന്നോ നിങ്ങൾ വിവിധ ദേശങ്ങൾ അർമീനിയക്കാരനെന്നോ അരമായനെന്നോ അല്ല, നിങ്ങൾ അന്വേഷിക്കുന്നത് ആരെയാണ് എന്നതിനത്രേ. അപ്പം ദൈവം തമ്പുരാൻ ഇങ്ങനെയൊന്നൊരു വാക്യം ബൈബിളിൽ ഇല്ല. ഞാൻ 100-ലധികം പ്രാവശ്യം ബൈബിൾ തലങ്ങും വിലങ്ങും വായിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ കേട്ടോ ഈ വാക്യം? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടോ എന്നെ ഒന്ന് പറഞ്ഞ് കാണിക്കാമെങ്കിൽ ഒരു കുതിരപ്പവൻ തരാം. എന്തോ ഈ പറഞ്ഞേ? നീ അർമീനിയക്കാരനെന്നോ അരമായക്കാരനെന്നോ ഒന്നുമല്ല, നീ അന്വേഷിക്കുന്ന ആരെയാണ്. എന്താണ് ഇത്? ബൈബിൾ വാക്യം എന്ന ട്യൂണിൽ അങ്ങ് പറയുകയാണ്. പണ്ട് ഞങ്ങളുടെ പിന്നെ കോട്ടയത്ത് ഒരു രസികൻ ഒരു അച്ചാനുണ്ടായിരുന്നു. പുള്ളി ഇച്ചിരി മദ്യമൊക്കെ കഴിക്കും. മദ്യം ഇന്നത്തെ പോലെ ഒന്നല്ല, ഈ പനങ്ങളിലും തെങ്ങുകളിലും ഒക്കെ വലിയ കാര്യം എന്നുള്ള. അപ്പൊ അന്ന് ഈ പുള്ളി കള്ളു കുടിക്കുമ്പോഴേക്കും ഒരു ന്യായീകരണം വന്ന അല്പമദ്യം ജ്ഞാനത്തെ ഉളവാക്കും എന്നാണല്ലോ. അപ്പൊ എല്ലാവരുടെ വിചാരം ഇത് ബൈബിളിലെ ഒരു വാക്യമാണ്. അപ്പൊ അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് പുള്ളി ഉണ്ടാക്കിയെടുത്ത ഒരു വാക്യമാണ്. അപ്പൊ നാട്ടുകാരെല്ലാം ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുക അല്പമദ്യം ജ്ഞാനത്തെ ഉളവാക്കും എന്നാണല്ലോ. അങ്ങനെ ഒരു വാക്യം ബൈബിളില്ല, പുള്ളി ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പുള്ളി സ്വന്തമായിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കുക. സെബാസ്റ്റ്യനുള്ള സഭയ്ക്ക് ഈ ഒരു കോണ്ടക്ട് ആണ് ബൈബിളിനെ സംബന്ധിച്ചുള്ള അതുള്ളത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് അങ്ങനെയെങ്കിൽ അവരെ ചെകുത്താനാരാധനക്കാരെന്ന് സെബാസ്റ്റ്യൻ വിളിച്ചത് എന്തിനാ? ഇപ്പോൾ ടോസ്റ്റ് പറഞ്ഞ ഒരു ഇതിലാണെങ്കിൽ അത് സ്വീകരിക്കാം. ഞങ്ങളെ പോലുള്ള സ്വതന്ത്ര ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തരാളങ്ങളിലെ എന്ത് പ്രശ്നങ്ങളും ഞങ്ങളെ ബാധിക്കുന്നതല്ല. പക്ഷെ അങ്ങനെയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതാണ്, ഇപ്പൊ ആരെയും എങ്ങനെയാലും ദൈവത്തെ ആരാധിച്ചാൽ മതി എന്നുള്ള ഈ ഒരു രീതിയാണെങ്കിൽ പിന്നെ അവരെ എന്തിനാ പോയി ഈ ചെകുത്താനെ ആരാധിക്കുന്നവർ സാത്താനെയാണ് ആരാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അവരെ പറയേണ്ട കാര്യം? അതായത് ഹരിമാഷെ, സെബാസ്റ്റ്യന്റെ ചിന്തയനുസരിച്ച്
അത് സെബാസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ പറയാനുള്ള സ്വാതന്ത്ര്യം സെബാസ്റ്റ്യനുണ്ട്. സെബാസ്റ്റ്യൻ അത് പറഞ്ഞെന്നോർത്ത് ഇപ്പൊ ഞാൻ സെബാസ്റ്റ്യൻ പ്രഘോഷിച്ച ക്രിസ്തുവിനെ ഞാൻ പ്രഘോഷിക്കാതിരിക്കുന്നത് കൊണ്ടോ, ഞാൻ പ്രഘോഷിക്കുന്ന ക്രിസ്തുവിനെ സെബാസ്റ്റ്യൻ പ്രഘോഷിക്കാതിരിക്കുന്നത് കൊണ്ടോ അത് ക്രിസ്തു അല്ലാതാകുന്നില്ല. അത്രയുള്ള കാര്യം. അപ്പൊ സെബാസ്റ്റ്യന്റെ രീതി അതായിരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഈ ക്രൈസ്തവ വിശ്വാസ ദർശനങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ പിന്തുടരുന്നവരെല്ലാം ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം അവിടുന്ന് തെരഞ്ഞെടുക്കുന്ന മാർഗം വ്യത്യസ്തമായിരിക്കാം, പക്ഷെ ലക്ഷ്യം ഒന്നാണെങ്കിൽ തീർച്ചയായും അതിലേക്ക് പോകും. പക്ഷെ ഞാൻ മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരൊറ്റ ദസ് ക്യാപിറ്റൽ എഴുതിയ മാർക്സിൽ നിന്ന് എത്ര കമ്മ്യൂണിസം കൂടി അതിവിടെ ഒരു വിഷയമല്ല ടോസ്റ്റ്, അതിവിടെ ഒരു വിഷയമേ കാരണം അല്ലാതെ ഉത്തരം പറയുന്നതിന് ബുദ്ധിമുട്ട് ഇല്ലില്ല, ബുദ്ധിമുട്ടല്ല. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് യാതൊരു ആവശ്യമില്ല. എല്ലാവരും ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് വളരെ കൃത്യമായി മറുപടി പറയാം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഈ പറയുന്ന അത്താനിയോസിന്റെ കാലം മുതൽ, ഒന്നാം സുന്നകദോസ് മുതൽ ഈ സഭ ക്രോഡീകരിച്ച്, സഭയുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭ ക്രോഡീകരിച്ച് കൊണ്ടുവന്ന ബൈബിള് ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾ നിലവിൽ വന്ന ശേഷം അത് വിവിധങ്ങളായ പ്രൊട്ടസ്റ്റന്റ് ഭാഷ്യങ്ങളിലൂടെ കടന്നു വന്ന് ഇന്നിപ്പോൾ സഭാശയിൽ എത്തി നിൽക്കുന്ന ഈ വിശ്വാസത്തിന് മുമ്പ് ഈ ആദി പിതാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ ആരാധിച്ചിരുന്ന എല്ലാ ആരാധനാക്രമങ്ങളെയും ഒറ്റയടിക്ക് റദ്ദ് ചെയ്തുകൊണ്ട് ഒരു സഭാശനിസം പുതിയതായി കൊണ്ടുവരുന്നു എന്നുള്ളത്, ഇതുവരെയുള്ള എല്ലാ വിശ്വാസങ്ങളും ചെകുത്താനെയാണ് ആരാധിച്ചിരുന്നതെന്ന് ഒരു വ്യക്തി പരസ്യമായി വന്ന് വിളിച്ചു പറയുകയും ഞാൻ പുതിയൊരു വിശ്വാസം നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ക്രിസ്തു അപ്പോസ്തലന്റെ വേഷം എടുത്തണിയുകയും ചെയ്യാം. നിലവിൽ ഈ സഭാസന്റെ കയ്യിലിരിക്കുന്ന ബൈബിള് പോലും ഈ ക്രോഡീകരിക്കപ്പെട്ടത് ഈ അപ്പോസ്തോലിക സഭകൾ ക്രോഡീകരിച്ച ബൈബിളാണ്. അപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു വിശ്വാസത്തെ ചകഞ്ഞെടുത്തുകൊണ്ട് വന്ന് ത്രിത്വം ആരാധിക്കുന്നവർ മുഴുവൻ സാത്താനിക ആരാധകരാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ വെളുപ്പിക്കാൻ വേണ്ടി താങ്കൾ ഇത് പുറത്ത് പറയുന്നു. അങ്ങനെയും ക്രൈസ്തവ സഭയ്ക്കകത്ത് അങ്ങനെയും ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സാമാന്യവൽക്കരിക്കുന്നത് തികച്ചും തെറ്റാണ്. കാരണം ഒരു കൂട്ടരെ വിശ്വസിക്കുന്ന ഒരു ബൈബിളിനെ എടുത്തിട്ട് ഇത് ഇതാണ് സ്ഥിതി. ഇതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇത് കുറെ ഉണ്ട്. ഇപ്പൊ ഞാനിതിപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കാണിച്ചാണ്. ഇതിന്റെ ബാക്കി ഭാഗം കൂടെ നമ്മൾ ഇന്നിപ്പോ ഒത്തിരി ലേറ്റ് ആയി. നമ്മൾ നാളെ ഇവരുടെ ബാക്കി ഡിസ്കഷനൂടെ നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇവരുടെ അഭിപ്രായം. സെബാസ്റ്റ്യനെ വെള്ള പൂശിയാൽ വെളുക്കോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇവൻ ക്രിസ്ത്യാനിയാണെന്ന് ഇവര് പറയുന്നു, ഒരിക്കലും അല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അത് ആ ഗ്രൂപ്പിലിരുന്നവർക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി അല്ലാത്തത്. ഇവർ പറയുന്നത് യേശുവിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് വിശ്വസിച്ചാൽ മതിയോ? അങ്ങനെയുള്ളവരെല്ലാം ക്രിസ്ത്യാനികളാണോ? എന്താണ് ക്രിസ്ത്യാനിത്വം? ക്രിസ്ത്യാനിത്വത്തിന് അടിസ്ഥാനമുണ്ട്, അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. അല്ലാതെ ഇവർ പറയുന്നത് ചുമ്മാ അങ്ങ് ക്രിസ്ത്യാനി ഒന്നും ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാളെ ഈ സെക്ഷൻ തുടരുന്നതാണ്. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.